അനുമോൾ പൊട്ടിക്കരയുന്നു. ആദില വലിച്ചു കീറി ഒട്ടിച്ചു അനുമോളെ. എന്താണ് സംഭവിച്ചത്? ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി ടോപ്പ് 7 ആണ്. അപ്പോൾ 7 പേർക്ക് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരാളോട് സോറിയും പറയാം, അതുപോലെ തന്നെ താങ്ക്സും പറയാം. അതാരാണെന്നും വ്യക്തമായ കാരണത്തോടെ പറയുക എന്നതാണ് ടാസ്ക്. അപ്പോൾ നമ്മുടെ ഓരോ മത്സരാർത്ഥികളായിട്ട് വന്നു. നമുക്ക് അനുമോളെയും ആദ്യമാണ് ഇതിലെ മെയിൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ടന്റ്. അപ്പോൾ ഇവരെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. ആദ്യം നമ്മുടെ അനുമോൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് സോറി പറയേണ്ടത് രേണു ചേച്ചിനോടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രേണു ചേച്ചിയുടെ തലയിൽ പേനുണ്ടെന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നം സംഭവിക്കും. പേഴ്സണലി രേണു ചേച്ചിക്ക് നല്ല വിഷമം വന്നുകൊണ്ട് ഞാൻ രേണു ചേച്ചിനോട് സോറി പറയുക എന്ന് പറഞ്ഞ് അത് അവിടെ ക്ലിയർ ചെയ്ത്, എന്നിട്ട് താങ്ക്സ് പറയുന്നത് ആദിലയോടും ന്യൂറയോടും ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ പ്രകാരം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറകെ ചെന്ന് അത് സോൾവ് ചെയ്യാൻ നടക്കത്തില്ല. പക്ഷെ അവരെൻ്റെ പുറകെ നടന്ന് അത് സോൾവ് ചെയ്യാൻ നടന്നതും, അതുപോലെ തന്നെ എനിക്ക് എല്ലാ സമയവും ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോഴൊക്കെ എന്നെ കെട്ടിപ്പിടിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി. അടുത്തതായിട്ടാണ് ആദിലയുടെ വരെ KGF BGM കിട്ടാണ് പുള്ളിക്കാരി കയറി വരുന്നത്. കയറി വന്നോട്ടനെ നല്ല മുട്ടം പണി കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം സോറി പറഞ്ഞത് ആര്യനോടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യൻ നൂറെ നോക്കി മോശമായിട്ട് നോക്കിയെന്നോ എന്തൊക്കെയൊക്കെ എക്സ്പ്രഷൻ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് അന്നൊരു അലിഗേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നുള്ള ക്ലിയർ ആയിട്ട് അതൊന്ന് പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല, ആര്യൻ നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അത് എൻ്റെ ഒരു സ്ട്രെസ്സിൻ്റെ പുറത്ത് എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാക്കാണ്ട് ഞാൻ ചെയ്തൊരു തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് സോറി പറയുമ്പോഴേക്കും ആരും പറയുന്നുണ്ട്, ഒരുപാട് നന്ദി ആദില, ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് തന്നേനെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആ പരിപാടി കഴിഞ്ഞ് ഇനിയാണ് അനുമോളെക്കുറിച്ച് പറയുന്നത്. എനിക്ക് ഇവിടെ താങ്ക്സ് പറയേണ്ടത് അനുമോളോടാണ്. അപ്പോൾ നമ്മളൊക്കെ ഓക്കെ താങ്ക്സ് പറയേണ്ടതാണല്ലോ എന്ന് ചോദിച്ച് നല്ല ഇമോഷണലായിട്ട് സാധാരണ രീതിയിൽ കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും വരുന്നട പടക്കം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തൊന്ന് കാണിക്കാൻ പഠിപ്പിച്ച് തന്നതിന് ഒരുപാട് നന്ദി അനുമോളെ എന്ന് പറഞ്ഞ് അവിടെ ഒരു അടി കൊടുത്തു. രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പട്ടിയെ പോലെ പുറകെ നടന്നിട്ടുണ്ട് അനുമോളുടെ പുറകെ. എനിക്ക് വേറൊരു കാര്യം കൂടെ അനുമോൾ പഠിപ്പിച്ചു തന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാളുമായിട്ട് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ഇങ്ങനെ പുറകെ ചെല്ലുന്നത് തെറ്റാണെന്ന് നല്ല തലമണ്ടയിലൊക്കെ ഒരു അടി തന്നിട്ട് പറഞ്ഞതുപോലെ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദി അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മാലപ്പടക്കം പോലെ അങ്ങ് ഓരോ കാര്യങ്ങളും ഈ അനുമോൾ ചെയ്തിട്ടുള്ള ഓരോ തെറ്റുകളും അടുക്കി വെച്ചിട്ട് അതിലിട്ട് തിരി കൊളുത്തിയിട്ട്, ആ തിരി കൊളുത്തുന്നത് എന്തറിയോ? നന്ദി. ആ വാക്കാണ് അവിടെ തിരി കൊളുത്തുന്നത്. പടക്കങ്ങളായിട്ട് അടുക്കി വെച്ചേക്കുന്ന മൊത്തം അനുമോൾ ചെയ്ത കുറ്റങ്ങളും അനുമോൾ ഇതുവരെ അതിലേക്ക് കൊടുത്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അടുക്കി വെച്ചിട്ട് നന്ദി എന്ന് പറഞ്ഞൊരു വാക്കും കൊണ്ട് അതിന് കൊളുത്തി വിട്ടു എന്ന് വേണം പറയാൻ. പടക്കം എന്നെ പൊട്ടിച്ചെതറി. ഇത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന കാണികളായി നിന്നിട്ടുള്ള റീഎൻട്രി ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ കയ്യടി തുടങ്ങി. സത്യത്തിൽ ആരും കൈയടിച്ചിട്ടുണ്ടായിരുന്നു. ആര്യന് പേഴ്സണലി അനുമോളെ വലിയ രീതിയിൽ ഇഷ്ടമല്ല, അതുപോലെ തന്നെ ശരണ്യ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി കൈയടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ത്രില്ലിംഗ് ആയിട്ട് നല്ല മുട്ടം പണി കൊടുത്തിട്ടുണ്ട് ആദില കേട്ടോ. അതേസമയത്ത് ഷാനവാസ് അത് കഴിഞ്ഞ ഉടനെ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ അവളോട് എത്ര പറഞ്ഞത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ, ഈ പിള്ളേരിങ്ങനെ കിടന്ന് അടിച്ച് പിരിയണം എന്തിനാ, ഞാൻ ഇന്നലെ അത്രയും പറഞ്ഞത് വെറുതെ നിഷ്പ്രയാസം തള്ളിക്കളയില്ല അതിൽ ചെയ്തത്, ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല എന്നൊക്കെ ഈ ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചൺ ഏരിയയിൽ വെച്ച് ഷാനവാസും പറയുന്നുണ്ട്. ഇതിനെ തുടർന്നൊരു മുട്ടനടി ഇനി സംഭവിക്കുമോ, എന്താണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുമോ, എല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇത്രയും ഭാഗം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ് അടിച്ചു പൊളിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിന് പ്രതികരണമായിട്ട് വരുന്ന കമൻറ്റും അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് വരുന്ന കമൻറ്റുമാണ് സത്യത്തിൽ ആ ഒരു വീഡിയോയ്ക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കമൻറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തിട്ട് പോവുക.